തൃക്കാക്കരയിൽ തെരുവുനായ ഷെൽട്ടർ തുറന്നില്ലെന്നാരോപിച്ച് കൗൺസിൽ യോഗത്തിൽ പ്രതിപക്ഷം ഇറങ്ങിപ്പോയി. തൃക്കാക്കര നഗരസഭയുടെ നേതൃത്വത്തിൽ തെരുവുനായ ഷെൽട്ടർ തുറന്നുകൊടുക്കാത്തതിൽ പ്രതിഷേധിച്ച് കൗൺസിൽ യോഗത്തിൽ നിന്നും പ്രതിപക്ഷ കൗൺസിലർമാർ ഇറങ്ങിപ്പോയി. നഗരസഭാ ചെയർമാൻ റാഷിദ് ഉള്ളംപിള്ളിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കൗൺസിൽ യോഗത്തിലാണ് തെരുവുനായ പ്രശ്നം ഉന്നയിച്ച് പ്രതിഷേധിച്ചത്. തെരുവുനായ ശല്യം മൂലം പൊതുജനങ്ങൾക്ക് പുറത്തിറങ്ങാനാവുന്നില്ലെന്ന് പ്രതിപക്ഷ അംഗങ്ങൾ പറഞ്ഞു. 28 ലക്ഷം രൂപ മുടക്കി ഉദ്ഘാടനം ചെയ്ത തെരുവുനായ ഷെൽട്ടർ ഉടൻ തുറക്കണമെന്ന് പ്രതിപക്ഷ കൗൺസിലർമാർ ആരോപിച്ചു. പ്രതിഷേധം CP സജിൽ ഉദ്ഘാടനം ചെയ്തു. CE നിഷാദ്, PN പ്രശാന്ത്, KG ജയചന്ദ്രൻ, KA നജീബ് തുടങ്ങിയവർ സംസാരിച്ചു. തൃക്കാക്കര നഗരസഭയിലെ 18 കൗൺസിലർമാർ ഒരാവശ്യവും ഉന്നയിച്ചുകൊണ്ട് ഈ നഗരസഭാ കവാടത്തിൽ നിൽക്കുന്നത് എന്ന് സൂചിപ്പിക്കുകയുണ്ടായി. തൃക്കാക്കര നഗരസഭ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിന് പെരുമാറ്റച്ചട്ടം വരുന്നതിന് തൊട്ട് മുമ്പ് ഇന്ന് തൃക്കാക്കര മണ്ഡലത്തിലെ MLA ആയിട്ടുള്ള ശ്രീമതി ഉമാ തോമസ് വളരെ പൊടുന്നനെ തന്നെ ഒരു ഉദ്ഘാടന മാമാങ്കം സംഘടിപ്പിക്കുന്നതിന് വേണ്ടി തൃക്കാക്കര നഗരസഭയോട് ചേർന്ന് കിടക്കുന്ന വേസ്റ്റ് ഡംപിംഗ് യാർഡിനകത്ത് പെട്ടെന്ന് തട്ടിക്കൂട്ടി ഒരു ഷെൽട്ടർ നിർമ്മാണം, അതിൻ്റെ ഉദ്ഘാടനമടക്കെ നടന്നു. ഭരണമേറ്റോ UDF നേതൃത്വത്തിലെ കേരളത്തിൻ്റെ ഭരണമേറ്റോ കോഡ് ഓഫ് കോണ്ടക്ട് പിൻവലിച്ചു. നാളിത്രയും കഴിഞ്ഞിട്ടും ഈ ഷെൽട്ടറിനകത്ത് ഒരു പട്ടിയെ പോലും കൊണ്ടുവന്നിടുവാൻ ഈ തൃക്കാക്കര നഗരസഭ ഭരിക്കുന്ന UDFന്റെ ഭരണസമിതിക്കായിട്ടില്ല. എന്നാൽ നഗരസഭയെ പ്രതിനിധാനം ചെയ്യുന്ന നഗരസഭയുടെ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ അദ്ദേഹത്തിൻ്റെ വാർഡിൽ മൃഗങ്ങളെ ഓടിച്ചിട്ട് പട്ടി കടിക്കുന്നു, വീട്ടിലെ വളർത്തു പശുക്കളെ പട്ടി കടിക്കുന്നു എന്ന് കണ്ട് ജനങ്ങളുടെ ആവശ്യം മുന്നിൽ കണ്ടുകൊണ്ട് അവിടെ ചെന്നപ്പോൾ ഓടിച്ചിട്ട പട്ടി അതേപോലെ തന്നെ ഡെപ്യൂട്ടി ചെയർപേഴ്സണെയും ഓടിച്ചു നഗരസഭയ്ക്കകത്ത് കയറ്റിയിരിക്കുക. ഇത് ഡെപ്യൂട്ടി ചെയർപേഴ്സണ് മാത്രമല്ല, തൃക്കാക്കര നഗരസഭയിലെ ഓരോ മുക്കിലും മൂലയിലും ജനങ്ങൾക്ക് നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ അല്ലെങ്കിൽ ഇന്ന് ഏത് നിമിഷവും പട്ടികടിയേൽക്കുമെന്നുള്ള സാഹചര്യം നിലനിൽക്കുകയാണ്. ഇത്രയും കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വിവിധ കൗൺസിലുകളിൽ ഞങ്ങൾ പറയുമ്പോൾ അതിനെ കേവലം നിസ്സാര രൂപേണ നഗരസഭയുടെ ചെയർമാൻ എഴുതി തള്ളുകയായിരുന്നു. ഇനിയൊരു കാര്യം ഞങ്ങൾ പറഞ്ഞേക്കാം, ഈ 18